എല്ലാവർക്കും എൻ്റെ നമസ്കാരം. തെരുവ് നായ്കളുടെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വരാപ്പുഴയിൽ ഞാനിവിടെ ട്രാഫിക് ആയതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ബുദ്ധിമുട്ട് അറിയാം. കാരണം ട്രാഫിക് ഡ്യൂട്ടിയിൽ നിൽക്കുമ്പോൾ തന്നെ സ്കൂൾ പിള്ളേരുടെ ടൈമിൽ പിള്ളേർ വരുമ്പോൾ പിള്ളേരുടെ കയ്യിൽ ലഞ്ച് ബോക്സ് ഉണ്ടാവും. അത് ലക്ഷ്യം വെച്ചാണ് തെരുവ് നായകൾ കൂട്ടത്തോടെ വന്നത്. അതിൻ്റെ സ്മെല്ല് പിടിച്ച് നിങ്ങൾക്കറിയാം. ഒരു 10-15 ഒരുമിച്ചാണ്. പിള്ളേർ ബസ് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പിള്ളേരെക്കാളും കൂടുതൽ ഞാൻ ശ്രദ്ധിക്കേണ്ടത് ഈ തെരുവ് നായകളെയാണ്. അവർ കൂട്ടത്തോടെ വരും. പിള്ളേരെ കയ്യിലിരിക്കണ ഈ ലഞ്ച് ബോക്സ് ലക്ഷ്യം വെച്ചാണ് വന്നത്. കുട്ടികളാണെങ്കിൽ ആകെ ഇടങ്ങേറാവും. അതിൻ്റെ കൂടെ ഇതുങ്ങളും ഒക്കെ കൂടിയാകുമ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് ഇപ്പം ഞാനാണ്. ഇപ്പം അതുങ്ങളെ കൂടെ നിന്ന് പിള്ളേരെ രക്ഷിക്കണം. പിന്നെ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇതുങ്ങൾ ലക്ഷ്യമായിട്ട് ഓടി 2 വീലറുകാരുടെ നേർക്ക് ചെന്ന് ചാടി അവർ തെറിച്ച് വീഴും. അവരെ നോക്കണം. ഇപ്പം ഏറ്റവും കൂടുതൽ തെരുവ് നായ്കൾ ഇപ്പോൾ വരാപ്പുഴ, കൂനമാവ് അടങ്ങിയുള്ള ഈ ഹൈവേയിലാണ്. അതുങ്ങൾ പ്രസവിച്ചിപ്പോൾ 3-4 കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടാണ് പ്രസവിച്ച് നടക്കുന്ന അമ്മമാരുള്ള നായ്ക്കളെ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. അതുങ്ങളുടെ കൊച്ചുങ്ങൾ നീങ്ങുമ്പോൾ റോഡ് ക്രോസ് ചെയ്യണ ആരാണ് അവരെ നേരെയാണ് ഇതുങ്ങൾ ചാടി വീഴണത്. അത് ആരാണെങ്കിലും ഇപ്പോൾ എനിക്കൊക്കെ നേരെ വരും, അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യണ പിള്ളേരെ നേരെ വരും. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായ കാര്യങ്ങളാണ് അതൊക്കെ.